ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടുഡേ ഈസ് March 3rd. ഇനി ഏകദേശം ഒരു 2 hours കൂടെ കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. സോ March 4th എൻ്റെ ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേയിൽ കുറേ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടി ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ദ ബ്രേക്കപ്സ് ആൻഡ് ഓൾ ലൈക്ക് മൈൻഡ് ഈസ് ലിറ്റിൽ മെസ്ഡ് അപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രൈവ് പോവുകയാണ്, സോളോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീം ഗൈസ്. ഞാൻ ബിക്കോസ് ഈ ബർത്ത്ഡേ കഴിഞ്ഞാൽ ഞാനൊന്ന് ഇത് ചെയ്യാൻ പോവുകയാണ്, വാട്ട് ടു സേ, ഷുഗർ കട്ട് അതെല്ലാം ചെയ്യാൻ പോവുകയാണ്. സോ അപ്പം നാളെ ഒരു ദിവസം കൂടെ എനിക്ക് നല്ലോണം ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഫുൾ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ വിൽ സി, സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാനിപ്പോൾ ഈ നമ്മുടെ എസ്കുരിശിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മോർണിംഗ് കത്തി ഗൈസ്. ഇതിൻ്റെ മറ്റേ ഹീറ്റർ പ്ലഗ് ഉണ്ടല്ലോ, വാട്ട് ടു സേ, ആ സാധനം അടിച്ചു പോയിട്ടുണ്ട്. അത് മാറണം ഉടനെ. ആൻഡ് ലോട്ട് ഓഫ് വർക്ക്സ് ആർ പെൻഡിങ് ഇൻ ദ കാർ. സെറ്റാക്കാം. 2026 പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു കംബാക്ക് മറ്റേത് വെച്ചെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അതിനെക്കാട്ടിയും കിടിലം സംഭവങ്ങളൊക്കെയാണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇയർ ഐ എം ഗോണ റോക്ക് ഇറ്റ്. ഈ വർഷം എന്നെ ആർക്കും എന്നെ തടയാൻ പറ്റത്തില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ സെറ്റാക്കും എന്നല്ല, കുറേ കാര്യങ്ങൾ പ്ലാൻഡ് ആണ്, അതെല്ലാം സെറ്റാക്കും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്ന് എല്ലാവരും ബിസി ആയിരുന്നു. സോ ആരെയും ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങനെ ആരെയും ഇങ്ങനെ എന്താണ് ബർത്ത്ഡേ എന്താണ് എങ്കിൽ വരുമായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചില്ല, ഒറ്റയ്ക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കുറേ കാലമായാലും ഒറ്റയ്ക്ക് സോളോ ഡ്രൈവ് ഒക്കെ പോയിട്ട്. പണ്ടൊക്കെ ഒരു 3 years ago മീൻസ് ഞാൻ ഇതേപോലെ രാത്രി ഇറങ്ങിയ ബീച്ചിൽ ചെന്നിരിക്കുക, വൈബ് ചെയ്യുക, തിരിച്ചു വരിക, ഷവർമയൊക്കെ മേടിച്ച് കഴിക്കും. അതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള പരിപാടി കേട്ടോ. രാത്രി ബീച്ചിൽ പോകാൻ പാടില്ല, മീൻസ് ചുമ്മാ എന്തിനാണ് രാത്രി ഒറ്റയ്ക്കൊന്ന് ബീച്ചിൽ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ, ബ്രേക്കപ്പ് ഇതൊക്കെ ഉണ്ടാവണം. വേറൊന്നും കൊണ്ടല്ല, ലൈക്ക് ഇത് കാരണം കുറേ പഠിക്കാൻ പറ്റും. നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ടൈം വരും. ലൈക്ക് നമ്മളെ തന്നെ അളവിലേറെ ഇഷ്ടപ്പെടുന്നതും, വേറൊരാളെ എന്നെ കുളിപ്പിക്കാൻ വേറൊരു തിണ്ടിയുടെ സഹായം വേണ്ടെന്ന് പറയില്ലേ, ആ ഒരു സെറ്റപ്പിലോട്ട് പോകും. വൈബാണ്. പിന്നെ ഓബിയസ്ലി ലൈക്ക് ലോൺലിനെസ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് അത് ഓവർകം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് അസ്. അതാണ് ഞാൻ പഠിച്ച ഈ ഒരു 6 മാസം കൊണ്ട് ഞാൻ പഠിച്ച പാഠം ഗൈസ്. പിന്നെ നത്തിങ് ഈസ് ഫോർ എവർ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ദം ലൈക്ക് മേക്ക് തിങ്സ് ഫോർ എവർ. ബട്ട് അങ്ങനെയല്ല ഗൈസ്. യൂണിവേഴ്സിൽ നമുക്കങ്ങനെ ഫോർ എവർ ആയിട്ടൊരു സാധനമില്ല. നമ്മുടെ ലൈഫ് തന്നെ നോക്കിയാൽ ഇതൊരു ദിവസം അവസാനിക്കൂലേ. അപ്പോൾ ഫോർ എവർ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. അവൾ ആദ്യമേ നമ്മൾ ചോദിച്ച സമയത്തൊക്കെ, മെസ്സേജ് അയച്ച സമയത്ത് ഷീ ഡോണ്ട് ബിലീവ് ഇൻ ഫോർ എവർ എന്നോട് ലൈക്ക് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ വിൽ പ്രൂവ് യു റോങ്. ഞാൻ തെറ്റായി പ്രൂവ് ചെയ്ത് തരാം. കാരണം നമ്മൾ ഒരു എഫേർട്ട് ഇട്ട്, ബട്ട് ഐ വാസ് റോങ്. ഞാൻ എഫേർട്ട് ഇട്ട് പ്രൂവ് ചെയ്ത് വന്നപ്പോൾ ഷീ ഈസ് നോ മോർ, ലൈക്ക് ഷീ ഈസ് നോ മോർ വിത്ത് മീ. സോ ഇറ്റ്സ് ലൈഫ് ബ്രോ. ഇന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ച് പൊളിക്കണ്ടേ, പിന്നല്ല സെറ്റാക്കാൻ കേസ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കാറി കയറിയിട്ടുണ്ട്. അപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. കംബാക്ക് പറഞ്ഞിരുന്നു, അത് ഈ വർഷം ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല ഗൈസ്, ചുമ്മാ പറഞ്ഞേ. അയ്യോ പാട്ട് കോപ്പറേറ്റ് വരും. കംബാക്ക് പറഞ്ഞിരുന്നല്ലോ. സോ like I was planning to go to some beach with my beach alone, right? ഇപ്പോൾ ഒരു ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്തു. സിമ്പിള് കഴിച്ച് ഇവിടെ നിർത്തിയിട്ട് ഞാൻ കാറിനകത്ത് ലൈറ്റൊക്കെ ഇട്ട് വ്ളോഗ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എനിക്ക് പുതിയൊരു ഇതാണ്. ഞാൻ ഇനി ഡെയിലി വ്ളോഗൊക്കെ ചെയ്താലാ ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റും. രാവിലെ കഴിക്കുക, കിടന്നുറങ്ങുക, വീണ്ടും കഴിക്കുക, കിടന്നുറങ്ങുക, സിമ്പിൾ തന്നെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ലൈഫാണ് എൻ്റെത്. എനിക്ക് ഗിയർ
എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്കൊരു പുതിയ ചാനലൊക്കെ തുടങ്ങാം. ഈ ഒരു ചാനലിന് ചെറിയൊരു ബ്രേക്ക് കൊടുക്കാം. ഐ മീൻ എൻ്റെ കയ്യിൽ മല്ലു ബൈക്കർ രാഹുൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനൽ ഞാനൊരു 9 വർഷമായി തുടങ്ങിയിട്ട്. വലിയ ഗുണമൊന്നുമില്ല. വലിയ ഗുണമെന്ന് പറയുമ്പം 1500 സബ്സ്ക്രൈബർ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ എൻ്റെ കഴിവുകേട് കൊണ്ടാണ് ആ ചാനൽ വളരാത്തത്. ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് നല്ലവണ്ണം വളരാൻ ഒരു ചാൻസ് ഉള്ള ചാനലായിരുന്നു. ബട്ട് എൻ്റെ ഇൻഎഫിഷ്യൻസി ആ ചാനൽ ഞാൻ വളർത്തിയെടുക്കും. പിന്നെ ഡെയിലി വ്ളോഗ്സ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ചാനൽ. അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ വഴിയൊക്കെ എത്തി. ഇടവഴിയിൽ പൊളിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഞാൻ വണ്ടി പോയിക്കറേ അല്ലേ? അപ്പൊ ഫ്രണ്ടിനെ വിളിക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കണ്ടല്ലോ, ചുമ്മാ ഇതിനാണ് ഇങ്ങനെ ഇതാണ് പൊളിച്ചെടുക്കാണ് കൈസ്. കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങോട്ടാ പോന്നെ? നേരെ നമ്മുടെ താവളം കഴിഞ്ഞിട്ട് നേരെ ബീച്ച്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് പോണ വഴി കാണിച്ചുതരാം. ഞാനാരാ? പ്ലാന്റൈൻ ബോയ്. പ്ലാന്റൈൻ. ആ ഓക്കെ, ഐസി ഐസി. നല്ല പാട്ട്, തൂമഴി. അപ്പൊ ഗൈസ് നമ്മൾ വർക്കല എത്താറായി എന്നൊക്കെ തോന്നണം. 5 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട്. സോ ട്രാൻഡ്രം ടു വർക്കല ജേണി അടിപൊളിയായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. ഇങ്ങനെ പേടിച്ച് ഉറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര പതുക്കെയാണ് കൊണ്ടുപോയ, ഭയങ്കര പതുക്കെയായിട്ട് നമ്മളിപ്പോൾ വഴി തെറ്റി. അടുത്ത നമുക്ക് സൂപ്പർ ബൈക്കിലായിരിക്കുമല്ലോ വർക്കല പറഞ്ഞ. ഏതാണ് സൂപ്പർ ബൈക്ക് റിവീൽ ചെയ്യുന്ന? വരുമ്പോ കാണാം. ഓ അങ്ങനെ അങ്ങനെ ഓക്കെ, ശരി സാർ, അങ്ങനെ ആവട്ടെ. എങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു. എന്തിനി? 1 ലിറ്റർ പെട്രോൾ അല്ലടാ, 1 ലിറ്റർ എഞ്ചിൻ. 1/2 ലിറ്റർ ഒന്നും പറ്റൂല. മിനിമം 600 ml. 600 ml. മിനിമം 600 ml വേണം. എന്നാ പിന്നെ 750 ആക്കി ഫുള്ളാക്കാമല്ലോ. എങ്കിൽ നിങ്ങൾ ഫുള്ള് മേടില്ലേ? എന്ത് മനുഷ്യനാണിത്? ഫുള്ള് ഫുള്ള് ഫുള്ള്. ഇതൊക്കെ എവിടെയാണ്? മാപ്പിനെ വിശ്വസിക്കാമോ? ദൈവത്തിനറിയാം. ഗൂഗിൾ ജി എന്നെ എവിടേക്കോ കൊണ്ടെത്തി. ഇതിപ്പോ കറക്റ്റ് വർക്കല പോണ റൂടെത്തി. ഇതുവരെ ഷോർട്ട് കട്ട് ആയിരുന്നു തോന്നുന്നു കേട്ടാ നമ്മളെ കറക്കിയത്. ഇതാണ് മെയിൻ റോഡ്. ഇന്ന് എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത് നിങ്ങൾക്കറിയാവോ? ഫോറിനേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ കൊള്ളാം. ഫോറിനേഴ്സിനെ കാണാനാണോ നിങ്ങള് വർക്കല പറഞ്ഞത്? ഇവിടെ കോളത്ത് വൻ കളക്ഷൻ ആയിരുന്നു. ഇത് വീഡിയോയിൽ പറയാൻ പാടില്ല. കളക്ഷൻ എന്നല്ലേ പറഞ്ഞുള്ളൂ. അവിടെ നല്ല ഡ്രസ്സിന്റെ കളക്ഷൻസ് ഉണ്ട്. നല്ല ഡ്രസ് കളക്ഷൻസ്, പിന്നെ സീഷെൽസ്. സീഷെല്ലോ? പിന്നെ നമ്മൾ ഫുൾ പോയിന്റ് പോയി. നമ്മളിപ്പോ എന്തിനാണ് വർക്കല പോണ? ഒറ്റ മൈൻഡേ ഉള്ളു ഗൈസ്. എന്ത് പറയാ, മനുഷ്യന് 10-40 വയസ്സായ നന്നാവണമെന്നില്ലേ? വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാൻ പോരെ? ഈ വണ്ടിയുടെയാ വർക്കലയാ? അല്ല, ഞാൻ ഈ വണ്ടിയിൽ മറ്റേ ചിറക് വെച്ച് അവിടെ ഹെലിപ്പാഡ് ചെയ്ത് ഞാൻ ടേക്ക് ഓഫ് ചെയ്യാം. അതെന്നാ ഭാരത്തമ്മ നമ്മള് ഇവിടെ വെച്ച് ഒരു ആക്സിഡന്റ് കണ്ടല്ലോ. ഏതോ ഒരു വണ്ടിയിൽ മറ്റേ പുള്ളുപാറ് ഇനോവ. നമ്മൾ എന്തിനാണ് വർക്കല പോണേ? എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും ഡൈവേർട്ട് ചെയ്തു. വർക്കല അവിടെ ഉണ്ടോന്ന് നോക്കാൻ. ശരി, കൊള്ളാം. വർക്കല അവിടെ നിന്ന് ഉണ്ടോന്ന് നോക്കണം, അത് വേറെ കാര്യം. വർക്കല ഇനിയിപ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയല്ലോ. അത് ശരി, തൃശ്ശൂർ ഇടയ്ക്ക് ഒരാൾ എടുത്തോണ്ട് പോയില്ലേ? അതാണ്. അങ്ങേരെ എവിടെ പോയെന്ന്
വർക്കല പോകുന്നത് ഇന്നൊരു വ്യത്യസ്തമായ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ്. സ്പെഷ്യൽ ഡേ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഇൻ ജസ്റ്റ് ലൈക്ക് around 20 minutes today is very special day. You have to find it out. എന്തേ മറ്റവൾ ആദ്യം കണ്ട ദിവസം എല്ലാം I don't care. See, ആദ്യം കണ്ട ദിവസം how come it will be special? It will be a trauma, right? അതെങ്ങനെ സ്പെഷ്യൽ ആവും? അതൊരു ട്രോമ ആയിരിക്കത്തില്ലേ? അതാ നിങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങിപ്പോ ഇതാണ് ഇങ്ങനെ ബാറ് എന്ന് പറയാനുള്ള അടച്ചു പോയെന്ന്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തുറക്കാം. ബുള്ളറ്റിന്റെ ഹോണായിരുന്നു. നിങ്ങൾ പറ, ഇന്ന് എന്ത് സ്പെഷ്യലാണ്? ഇന്ന് എനിക്കറിയത്തില്ലടാ. ഇന്ന് ഒരു ദുരന്തം നടന്ന ദിവസമാണ്. ഞാൻ ജനിച്ചില്ലേ, ഇനി ജസ്റ്റ് ഒരു 20 minutes. I see. Okay. Nice. Advance birthday wishes, bro. Advance അല്ല, നിങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് പറ. 2:20 അപ്പോഴും ഞാൻ അഡ്വാൻസ് വെട്ടിയിട്ട് ബാക്കി പറയാം. അപ്പൊ നിങ്ങളെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ബിലേറ്റഡും പറയാം. ഓ സെറ്റ് വൈബ്. പിന്നല്ല മാറി. ഞാൻ വർക്കല എന്നാണ് ഇട്ടിരുന്നത്. വർക്കല ബീച്ചോ ക്ലിഫോ അല്ല, മനസ്സിലായ? ഇപ്പൊ നമുക്ക് മാറ്റാം. എന്താ ചെയ്യാ? ഇപ്പൊ പ്രേതമൊക്കെ കിടന്ന് വിളിക്കുന്നു, പട്ടിയൊക്കെ കൂടുന്നു. നമ്മള് ഹോണ്ടഡാണ്. ഇത് സുസുക്കി. ഗൈസ്, എങ്ങനെയാ നമ്മൾ ഫൈനലി വർക്കലെത്തി ഗൈസ്. ഇതല്ലേ വർക്കല? എന്താണ്? ഞാൻ ഒന്നും കണ്ടില്ല. നിങ്ങളല്ല കണ്ടോ? കാണാൻ വഴിയില്ല. അങ്ങനെയാണ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുൾ ആൾക്കാരാണ്. കണ്ട, നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ ഒരു മനുഷ്യനും കാണൂലെന്ന്. ഇവിടെ ഫുൾ ആൾക്കാരാണ്. അതെ, ഹെലിപ്പാഡ്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വർക്കലെത്തി ഗൈസ്. വർക്കല ഗൈസ്, ദേ നമ്മളെ മൂഞ്ചിരിക്കുന്നു. ഐ മീൻ വി ആർ ഫക്ട് അപ്പ് ഗൈസ്. ദേ വർക്കല ക്ലോസ് ആയി ഗൈസ് 12 മണിക്ക്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു 2-3 വർഷം മുന്നേ. ഞാൻ രാത്രി 12 മണിക്കൊക്കെ വന്നിട്ടുള്ളത്. 1 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടികൾ മാത്രമേ ഉള്ളൂ, ആൾക്കാരില്ല. ഐ മീൻ ആൾക്കാരും ഉണ്ട്, ബട്ട് ക്ലോസ്ഡ് ആണ് എല്ലാം. അപ്പോൾ ഗൈസ്, രാത്രി 12 മണിക്ക് വർക്കല ഇങ്ങനെ ഇരിക്കും ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ടൂറിസ്റ്റൊക്കെ അത്യാവശ്യം ഉണ്ട്. ബർത്ത്ഡേ ആയിട്ട് വർക്കല വന്നു. ടാക്സ് എല്ലാം അടച്ചുകൊണ്ട് നമ്മൾ ഇത് കാരണത്തൊക്കെ വെച്ച് തന്നെ കേക്ക് മുറിക്കുന്നു ഗൈസ്. എന്ത് വലിയ കേക്ക് നോക്കിയാൽ ഷിൻറ്റു ദൈവമേ, നീ കണ്ടുകൂടാ ഗൈസ്. ഇതാണ് സ്പൂൺ, ഇതാണ് കേക്ക്. ഒരു നൈഫ് പോലും ഇല്ലാത്ത സ്ക്രൂ ഡ്രൈവർ എങ്കിലും ഉണ്ട്. കേക്ക് മുറിക്കണം ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ചാടിപ്പോയി. എൻ്റെ കേക്ക് പോണ് ഗൈസ്. അയ്യോ, വണ്ടിക്കകത്താക്കി കുളമാ. കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ വയസ്സായ വ്യക്തികളെ കൊണ്ടുവന്ന ഇതാണ് പ്രശ്നം. കൊള്ളാട്ടെ സാധനം, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് തിരിച്ച് പോകണ വഴി കാണിച്ചുതരാം. അത് ഫിനിഷ് ചെയ്തേക്കാം. ഇത് നമ്മൾ കറങ്ങി തിരിഞ്ഞ് കഴക്കൂട്ടത്തെത്തി. ഈ നമ്മുടെ ചെറിയ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. നമുക്കിനി പോയി ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റാക്കിയിട്ട് വീട്ടിലെത്താം ഗൈസ്. നമ്മളിങ്ങനെ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കാരണം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്തു. ഞാനിപ്പോൾ ഇങ്ങനെ വീട്ടിലോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വർക്കല ഡ്രൈവ് മെയിനായിട്ട് ഞാൻ ഡ്രൈവ് ഫോക്കസ് ചെയ്താണല്ലോ പോയത്. സോ ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് എൻജോയ് ചെയ്ത് കുറച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ചുമ്മാ നമ്മൾ സംസാരിച്ചിരുന്ന്. അത് കാരണം അധികം വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ചുമ്മാ എന്തെങ്കിലും റാൻഡം എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി സൂപ്പർ ബൈക്കൊക്കെ മേടിക്കാൻ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. സോ അങ്ങനെ പറയണേ, ഞാൻ ലൈക്ക് നല്ലോണം എൻജോയ് ചെയ്തു. സോ കേക്കൊക്കെ മുറിച്ച് തിന്ന് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഐ മീൻ 1,01,000
1900 വലിയത് 2000 കിലോമീറ്റർ അടുപ്പിച്ചായി. ഇതുവരെ കട്ടയ്ക്ക് കൂടുന്ന വണ്ടിയാണ് ഗൈസ്. സോ യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഷീനെ വിശ്വസിക്കാം. നമ്മൾ കറക്റ്റാണ് മെയിൻറ്റെയിൻ ചെയ്താൽ ഇത് നമ്മൾ അതിനപ്പുറമായിട്ട് നോക്കും. പക്ഷേ മനുഷ്യരെ വിശ്വസിക്കരുത്. ചില മനുഷ്യർ എല്ലാവരും എല്ലാം കണക്ക് തന്നെ. ഞാൻ അങ്ങനെ ആരും വിശ്വസിക്കില്ല. എല്ലാവരും അവരുടെ ആവശ്യത്തിന് യൂസ് ചെയ്യും. അത് കഴിയുമ്പോൾ എടുത്തെറിയും. വി ആർ ജസ്റ്റ് കരിയർ പ്ലാസ് ഗൈസ്. സോ ലൈഫ് ഈസ് സോ അൺസർട്ടൺ ഗൈസ്. അപ്പോൾ നിങ്ങൾ മൂഞ്ചി തിരിഞ്ഞ് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിലൊന്നും ഒരു കാര്യമില്ല. ഞാനും മൂഞ്ചി തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടിന് ഞാനുണ്ട് ഗൈസ്. ഒന്നും കാര്യമില്ല ഗൈസ്. അങ്ങനെ മൂഞ്ചി തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി അതിനെ സമയം കാണത്തുള്ളൂ. ഐ ഹാവ് മൈ ഓൺ വർക്ക്. ഇത് കാരണം എനിക്ക് എന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി, എൻ്റെ ജോലി ഫോക്കസ് ചെയ്യാൻ പറ്റി. അതിലെനിക്ക് കുറേ ഗെയിൻസ് ഉണ്ടായി. ലൈക്ക് ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവായി. എനിക്ക് കുറേ സമയമുണ്ട്. അപ്പം ആ സമയം മൊത്തം എനിക്ക് ഉപയോഗിക്കുക സ്വന്തമായിട്ട്. എനിക്ക് ആർക്കും വിളിക്കേണ്ട, ആരെയും ഇത് ചെയ്യേണ്ട. ജോസഫ് എന്നെ കുട്ടി ജോസഫ് പണ്ടേ അതൊക്കെ വീഡിയോ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ പറയണ ബ്രേക്കപ്പ് ഇസ് എ വേക്കപ്പ് കോൾ. സംഭവം വേക്കപ്പ് കോളൊക്കെ തന്നെയാണ്. പെണ്ണ് മാത്രമല്ല, പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കിയാലേ നമുക്ക് ഇതേപോലെ വണ്ടി, ബൈക്സ്, കാസൊക്കെ മേടിച്ച് കറങ്ങാൻ പറ്റുമോ. അപ്പോൾ കോൾ സെറ്റ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ലൈഫ് അടിച്ചു പൊളിക്കുക. വെറും ഒരു പെണ്ണ് പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. കരയാം. അത് കരഞ്ഞ് കഴിഞ്ഞ് നിർത്തിക്കോണം. അവിടെ നിർത്തിക്കോണം. കരയില്ലെന്നൊന്നും ഞാൻ പറയില്ല. കരയണം. നമ്മൾ മനുഷ്യനല്ലേ. കരയാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട്. അപ്പം ഒരിക്കലേ കരയാൻ പാടുള്ളൂ. അതിനുശേഷം വീണ്ടും അബദ്ധം ചാടുന്നത് ബുദ്ധിപരമായിട്ട് നല്ലതല്ല. ആസ് ഫാർ ആസ് മൈ നോളജ്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രയോറിറ്റീസ് ഞാൻ പറയുന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ നമ്മുടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസൊക്കെ വെക്കുക. റെസ്ട്രിക്ഷൻസോ നമ്മളല്ലാണ്ട് ഒരു സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴേ തീരുമാനിച്ചോ നിങ്ങൾ ട്രാപ്ഡാണ്. നമ്മളിപ്പം കുറേ റെസ്ട്രിക്ഷൻസ് അവരുടെ ഓക്കെ, അത് നമ്മൾ ഇഷ്ടം കൊണ്ട് നമ്മളതെല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളല്ലാണ്ട് അവിടെ ആവുകയാണ്. അവർക്ക് നമ്മളുടെ മേലൊരു വില ഉണ്ടാവത്തില്ല. യൂഷ്വലി അങ്ങനെയാണ് സംഭവിക്കാറ്. അപ്പോൾ നമ്മളായിട്ട് നമ്മളെ വില കളയും പോലെയാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഇല്ലല്ലോ അവിടെ. ഇറ്റ്സ് ലൈക്ക് സെൽഫ് സാബിറ്റാജിങ്. സോ ഐ ഹാവ് നോ ഐഡിയ ബഡി. ലൈഫ് ഈസ് സോ അൺസർട്ടൺ. വീഴാം, 1-2 വട്ടം വീഴാം. എണീക്കാതിരിക്കരുത്. എണീക്കാതിരുന്ന മുഞ്ചിയില്ലേ. പിന്നെ സൂസൈഡൽ തോട്ട്സ് വരുന്നുണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. അന്ന് ചത്തിരുന്നെങ്കിൽ ഉണ്ടല്ല, മുമ്പിൽ തിരിഞ്ഞിരുന്ന സോറി ലാംഗ്വേജ് പ്രോബ്ലംസ്. അന്ന് ചത്തിരുന്നുണ്ടെങ്കിൽ മൂത്തത്തി മുഞ്ചി തന്നെ. നമ്മളെ തന്നെ നശിപ്പിക്കുക പാടില്ല. ഇതേപോലെ പെൺപിള്ളേർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പെൺപിള്ളേർ. ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്, ലൈക്ക് വെരി ഫ്യൂ. ഈ ഫ്രണ്ട്സ് അങ്ങനെ വലിയ ഗ്യാങ്ങൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അറിഞ്ഞൂടാ. എനിക്ക് 1-2 വിരലെണ്ണന്നുള്ള അത്ര ഫ്രണ്ട്സൊക്കെ ഉള്ളൂ. അതിൽ പെൺപിള്ളേർ വല്ല 1-2 മാക്സിമം. ദാറ്റ്സ് ഇറ്റ്. ഈവൻ കസിൻസ് എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് വാല്യൂ ഇല്ലാത്തടത്ത് ഞാനങ്ങനെ പോകാറില്ല. ബ്രോ, പെണ്ണ് മാത്രമല്ല, ഇപ്പോൾ ഈ പെണ്ണിന് മുന്നേ എനിക്ക് വന്ന പ്രശ്നമായിരുന്നു ഫാമിലി, റിലേറ്റീവ്സ്. ഇവരെല്ലാവരും കൂടെ വന്നിരുന്നത് എനിക്കിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ നല്ല സമാധാനമുണ്ട്. ഇതും കൂടെ കട്ട് ചെയ്തപ്പോൾ പിന്നെ നിങ്ങൾ പറയണ്ടല്ലേ. ആദ്യം കുറച്ച് ഹാർഡായിരിക്കും, ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് എ ട്രൈ. മാൻ, ജസ്റ്റ് വൺ ലൈഫ്, റൈറ്റ്? ദ പെഡൽ ടു ദ മെറ്റൽ. അടിച്ച് പൊളിയുക. ലിവ് ഫുള്ളസ്റ്റ് എന്ന് വെച്ചാൽ ലൈഫ് മൊത്തം കംപ്ലീറ്റ് 1 ഇഞ്ച് പോലും വിടാതെ ഫുൾ അടിച്ച് പൊളിക്കുക. അത് നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ പഠിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ വീഡിയോ ആരൊക്കെ കാണുമെന്നും എന്തൊക്കെയാവുമെന്നൊന്നും. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഇതിൽ നമ്മൾ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴിച്ച് നമ്മൾ വീണ്ടും നിൽക്കുകയാണെങ്കിൽ നമ്മളവിടെ ജയിച്ചു. ഇറ്റ് മീൻസ് ലൈക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞു, ഒരു ഫേസ് കഴിഞ്ഞായിരുന്നു. അടുത്ത ഫേസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു ചാപ്റ്റർ അത് അടച്ചു വെച്ചു. ഇനി അടുത്ത ചാപ്റ്റർ തുടങ്ങി. ഡെഫിനറ്റ്ലി ഞാനൊരു പെണ്ണിൻ്റെ പുറകെ പോകത്തില്ല. കാരണം എനിക്കതിൽ നിന്ന് വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ട്. പോകത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഐ വിൽ ലൈക്ക് ഫോൾ ഇൻ
അവള് പോയി. അവസാനം ഞാൻ ഒറ്റയ്ക്ക് വലിഞ്ഞ് കയറി ഇപ്പോൾ ഒരിടത്ത് വന്ന് നിൽപ്പുണ്ട്. അതാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്. ഇനി ഇനി എനിക്ക് അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വയ്യ. ഒറ്റയ്ക്കാകുമ്പോൾ പ്രശ്നമില്ല. ഇപ്പം ഞാനില്ലേ ഒറ്റയ്ക്ക് ഡ്രൈവ്, നമ്മൾ ഒറ്റയ്ക്കാകുമെന്ന് വെച്ചാൽ അതൊരു പാടാണ്, ഒരു ലോൺലിനെസ് എല്ലാം വരും. ബീങ് അലോൺ ഇസ് നോട്ട് എന്ന് പറയാൻ റെക്കമെൻഡഡ് സംഭവം അല്ല. പക്ഷെ ഒറ്റയ്ക്ക് ഇഫ് യു ലേൺ ടു ഫൈറ്റ് അലോൺ, പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒറ്റയ്ക്ക് പോരാടാൻ പഠിച്ചോണ്ടല്ല പിന്നെ എന്ത് വന്നാലും ജസ്റ്റ് ഒരു മുട്ടുസൂചി എടുത്ത് കളയും പോലെ ഒരു വിഷയമില്ല. പക്ഷെ ഇത് കാരണം അഫക്റ്റ് ആവുന്നത് നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്ക്. ഒരു പെണ്ണ് കാരണം വേറെ എത്രയോ ഒരു പ്രശ്നവും ഇല്ല, ഒരു ഇതും ഇല്ലാത്ത എത്ര പെൺപിള്ളേരെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടാവും. അവനെ ചീത്ത വിളിച്ചിട്ടില്ല, ഇങ്ങനെ പെൺപിള്ളേരെ വർഗം മൊത്തം ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും. മനസ്സിലായില്ലേ? പെൺപിള്ളേരുടെ വർഗം മൊത്തം ഇങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ. സോ സംഭവം അങ്ങനെയാണ് ഗൈസ്. ഞാനിപ്പോൾ പെണ്ണുങ്ങളെ പറയുമ്പോൾ ഞാനിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും റീൽസൊക്കെ ചെയ്യില്ലേ, ബിഫോർ ആഫ്റ്റർ ബ്രേക്കപ്പ് മറ്റേ അങ്ങനെയൊക്കെ പറഞ്ഞ്, ഞാൻ അവളെ റിവീൽ ചെയ്യാൻ ആവശ്യമില്ല. അവളുടെ പ്രൈവസി ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നെ മുമ്പിച്ചാൽ ഞാൻ തെണ്ടിത്തരം കാണിക്കുന്ന പരിപാടിയില്ല. തെണ്ടിത്തരം കാണിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്കൊരു വിലയുണ്ട്, അവൾക്കില്ലെങ്കിൽ എനിക്കുണ്ട്. നമ്മുടെ ബൗണ്ടറീസ് വരയ്ക്കണം. ഞാൻ എൻ്റെ ബൗണ്ടറിയും കഴിഞ്ഞു പോയി ഒരുപാട് ബെഗ് ചെയ്തിട്ടുണ്ട്. അന്ന് ബെഗ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് എൻ്റെ വില മനസ്സിലായത്. കാരണം ഐ ആം സംതിങ് ബിഗ്. ഐ ആം സംതിങ് ബിഗ് ആക്ച്വലി. സംതിങ് ബിഗ് എന്ന് പറയുമ്പോൾ ഞാൻ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഡെഫിനറ്റ്ലി എന്നെ സെല്ല് ചെയ്യാൻ നോക്കുന്നതല്ല. ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക്, ബിക്കോസ് ഞാൻ നല്ലതാണെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ ഫക്കിംഗ് വേൾഡ്. ബാക്കി ആരെന്ത് പറയുന്നൊന്നും എനിക്ക് ചിന്തയില്ല. ഞാൻ നല്ലതാണ് ചെയ്യുന്നത്. ഞാൻ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ സന്തോഷമായിട്ട് സമാധാനത്തോടെ ജീവിച്ചു പോവുകയാണെങ്കിൽ മനസ്സിലായിക്കോണം, സെറ്റാണ്. അതിന് വലിയ സംഭവമൊന്നും നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാനില്ല. സമാധാനം, സന്തോഷം, പൈസ വേണം. കാരണം ബ്രോ ലിറ്ററലി പൈസ ഇല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്നില്ല, നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഒരു യൂസ്ലെസ് പീസ് ഓഫ് ക്രാപ്പ് ആണെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ വീട്ടുകാരെ തന്നെ പറയും, എടാ എന്തെങ്കിലും പണിക്ക് പോടെ. അങ്ങനെയല്ലേ ഫ്രണ്ട്സിനെ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയണ്ടേ. എൻ്റെ വീട്ടുകാരങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കിങ്ങനെ പറയാനുള്ള സിറ്റുവേഷൻ കൊടുത്തിട്ടുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വെരി ഏർലി. അത് കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്റ്റഡീസാണ്. അതിന് ഞാൻ ഒരിക്കലും ഇത് ചെയ്യുന്നില്ല. കാരണം എന്നെക്കൊണ്ട് പഠിക്കാൻ അത്ര പറ്റാത്തൊരു വ്യക്തിയാണ്. പഠിച്ച തലേ കയറില്ല. ഞാൻ കാണാപ്പാടൊക്കെ പഠിച്ചു എങ്ങനെയൊക്കെ ഇതുവരെ എത്തിയിരുന്നു. പഠിക്കുന്ന ഒരു വ്യക്തിയല്ല. സോ ആവശ്യത്തിന് ഉള്ള പഠിപ്പുണ്ട്. +2 ഫെയിലാണ്, അത്രേ ഉള്ളൂ. അതെനിക്ക് പറയാൻ ഒരു നാണകമാനമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് വിചാരിക്കുക, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്. അതുകൊണ്ട് നമ്മൾ ഡിസേർവ് ചെയ്യാത്ത ഒന്നും നമുക്ക് യൂണിവേഴ്സ് തരത്തില്ല. നമ്മൾ നല്ലതാണെങ്കിൽ വി ഡിസേർവ് ദ ബെസ്റ്റ്. ഒരു അലൈൻമെൻ്റാണ് നമ്മുടെ ബെസ്റ്റ് ലൈഫിലേക്ക്. നമുക്കിപ്പോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമുക്കൊരു 100 മടങ്ങ് ഈ യൂണിവേഴ്സ്, ഈ ഉലകം ഐ മീൻ ദാറ്റ് തിങ് കൊണ്ടുതരും. ബട്ട് നമ്മളതിനുവേണ്ടി വർക്ക് ചെയ്യണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫേസ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ കുറച്ച് ഡിസിപ്ലിനും പേഷ്യൻസും, ഇത് രണ്ടും ഒന്ന് വർക്ക് ചെയ്യണം. കാരണം പേഷ്യൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, ചീത്ത കൊടുക്കും. അത് തന്നെ വരുന്നതാണ്. അത് ചെറുതിലെ ശീലിച്ചു പോയി. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. ചീത്ത വിളിക്കും. അത് മാറ്റിയെടുക്കണം. അത് നല്ല സ്വഭാവമല്ല എന്ന് പറഞ്ഞാൽ അത് കാരണമല്ല അവൾ ഇട്ടിട്ട് പോയത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കാരണം ഇത് മീൻസ് ഇപ്പോൾ ഒരു കാരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ വേരോടെ മീൻസ് നോക്കും. എന്ത് കാരണം സംഭവിച്ചത് ഇങ്ങനെ നോക്കി സാധനം ഫുള്ള് കിട്ടി. എന്തിനാ
ആരെങ്കിലും ജീവിതത്തിൽ ഒരു കരിയപ്പിലാവണോ, ഒറ്റയ്ക്ക് ജീവിച്ച് രാജാവാവണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. സോ ലൈഫ് ഇസ് എ ബ്ലാസ്റ്റ് ഗൈസ്. അടിച്ചു പൊളിക്കുക, അത്രേ പറയാനുള്ളൂ. ഹാപ്പി ലൈഫ്, ഹാപ്പി മീ. സോ ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ലൈക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ആകെ ഒരാളെ വിഷ് ചെയ്തിട്ടുള്ളൂ, മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് മിസ്റ്റർ റമീസ്. സോറി, ഡോക്ടർ റമീസ്. പുള്ളി മാത്രമാണ്, അവന് മാത്രമാണ് വിഷ് ചെയ്തിട്ടുള്ളത്. മതി, അതിന് മാത്രമുള്ള ഫ്രണ്ട്സൊന്നും ഇല്ലടോ. പിന്നെ ഉള്ള ഫ്രണ്ട്സിനാണെങ്കിൽ അവർക്ക് വേറെ തിരക്കുകളുണ്ട്. എൻ്റെ ബർത്ത്ഡേ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും പരിപാടി. അതുകൊണ്ട് താങ്ക് യു. പിന്നെ അവനൊരു താങ്ക്സ് പറയണ്ടേ, അവൻ 12 മണിക്ക് വീഡിയോ കോൾ ചെയ്താരാ. റിയലി റെസ്പെക്ട് ദാറ്റ്. അത് നമ്മുടെ ജീവിതം ഒരു മിസ്റ്റർ ബീനൊക്കെ പറയുന്ന പോലെ ജീവിതം കളർഫുള്ളാക്കാൻ ഒത്തിരി ആൾക്കാരൊന്നും വേണ്ട, ഒരു പാവ തന്നെ ധാരാളമാണ് എന്ന് പറയില്ലേ. എനിക്കിപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഐ ഹാവ് മൈ പാരൻസ്, ബ്രദേഴ്സ്, ലൈക്ക് സം ഫ്രണ്ട്സ്, few valuable friends, and that's enough. പിന്നെ ഞാനില്ലേ, എനിക്ക് എന്നെ നോക്കാൻ ഞാൻ പോരെ, മതി. നമ്മളെ നോക്കാൻ, നമ്മളെക്കാട്ടി നല്ലോണം നോക്കാൻ, നമ്മളെ നോക്കാൻ വേറെ ആരും വരുമെന്ന് വിചാരിക്കരുത്. അതാണ് നമ്മളെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മളെക്കാട്ടി നന്നായിട്ട് വേറെ ആർക്കും നമ്മളെ നോക്കാൻ പറ്റത്തില്ല. ലൈഫിലെ ഹാർഷ് ട്രൂത്താണ്. നമ്മളിപ്പം നോക്കാന്ന് പറയുമ്പോൾ, ഇപ്പോൾ പറഞ്ഞ പെണ്ണാണ്, ലൈക്ക് ഒരു റിലേഷൻഷിപ്പിൽ നമ്മളായി, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചു. ഒരിക്കലും ഒരു പെണ്ണാണെങ്കിലും നമ്മളെ നോക്കുന്ന പോലെ ഒരു പാർട്ട്ണറെ നമ്മളെ നോക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് ട്രൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ലൈഫുണ്ടല്ലോ, അതിലും ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ നമ്മളെ മാത്രം നോക്കുന്ന ഒരു പ്രയോറിറ്റി ആണെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ ഫെയിലാവും. മിക്കവാറും അതിന് താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല ഇപ്പോഴത്തെ ജനറേഷനിലെ ലൈക്ക് പാർട്ട്നേഴ്സ്. സോ ദേ പ്രയോറിറ്റൈസ് ദെയർ സെൽഫ് മോർ. ലൈക്ക് നീ പോണെങ്കിൽ പോടാ ഡാഷ് എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് അവർക്ക് പോയാലും വന്നാലും ഒന്നും ഒരു വലിയ വിഷയം ഉണ്ടാകത്തില്ല. ആൻഡ് പിന്നെ പെണ്ണുങ്ങൾക്ക് കുറേ സൂപ്പർ പവേഴ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളെ വേണ്ടാന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മളറിയണേ 6 മാസം മുമ്പ് അവർ അത് സെറ്റാക്കി അവരതിൽ നിന്ന് മൂവ് ഓൺ ആയി, എന്നിട്ടാണ് നമ്മൾ അറിയിക്കണേ. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പോയിന്റാണ്. അപ്പം അവർക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും. പക്ഷെ അത് ഒരു ദിവസമല്ല, ഒരു 6 മാസം മുന്നേ തുടങ്ങിയതാ. സോ ബി സേഫ്, സ്റ്റേ അവേ ഫ്രം ഗേൾസ്. ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ പറയും പോലെ ഗേൾസ് ആർ ഇഞ്ചുറീസ് ടു ഹെൽത്ത്, റിലേഷൻഷിപ്സ് ആർ ഇഞ്ചുറീസ് ടു ഹെൽത്ത്, മാരേജസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ലൈക്ക് ഐ സീ ഹാപ്പി മാരേജസ് ലെസ് ദാൻ ദ ഡിവോഴ്സസ്. ലൈക്ക് എന്തു പറയാം, ഐ സീ മോർ ഡിവോഴ്സസ്. എന്തു പറയണ്ടേ, എങ്ങനെ പറയണ്ടേ അതിന്. പക്ഷേ ഞാൻ ഹാപ്പി മാരീഡ് ലൈഫിനെക്കാട്ടിയും കൂടുതൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് എന്നാണ് പറയാം. ഇത് എൻ്റെ ജേണി എന്ന് പറയുമ്പോൾ കുറച്ച് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ കാണാൻ പറ്റും. കുറച്ച് അടിപൊളി എന്ന് പറഞ്ഞാൽ കുറച്ചധികം അടിച്ചു പൊളിക്കാൻ പോവാം. സോ ഐ എം ബിൽഡിങ് എൻ എംപയർ. എൻ്റെ പ്രൊണൗൺസിയേഷൻസ് ഒക്കെ ഇച്ചിരി റോങ് ആണ്, ആക്കൊന്നും പെട്ടെന്ന് വളയുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ പൊട്ടൻഷ്യലിനെ തന്നെ ഞാൻ തടഞ്ഞു വെച്ചിരിക്കുന്നല്ലേ. ഇനി അതൊന്ന് തുറന്ന് വിട്ടേക്കളെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. പറയാമില്ല. ഇപ്പോൾ കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തവന് എല്ലാം നേട്ടമാണല്ലോ. ദിസ് ഈസ് ദ ബെസ്റ്റ് ബർത്ത്ഡേ മേ ബി. കഴിഞ്ഞ ബർത്ത്ഡേ ഉണ്ടല്ലേ, അതിൻ്റെയൊക്കെ സ്റ്റോറീസ് ഞാൻ പറഞ്ഞുതരാം. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്, അടിപൊളി സ്റ്റോറീസൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റോറീസ്, ഈ മെമ്മറീസൊക്കെ പറഞ്ഞാണല്ലോ.
ഇട്ടിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അല്ലെങ്കിൽ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ട് ഒരാൾ എങ്ങനെ എന്നെ ഇട്ടിട്ട് പോയി? അതും ഒരു വാലിഡ് റീസൺ ഇല്ല. ബട്ട് എല്ലാവർക്കും അറിഞ്ഞൂടല്ലോ ഈ ലവ് എന്ന് പറഞ്ഞ സംഭവം അതൊരു ചോയ്സാണ്. അതങ്ങനെ വന്നു പോണ സാധനമല്ല. നമുക്കറിയത്തില്ല, അവളുടെ ഒരു അറിവേട് കൊണ്ട് അങ്ങനെ പറ്റും. കുറച്ചുകൂടെ എനർജി വേണം അല്ലേ? സെറ്റാക്കി തരാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കമൻറ്റ് ഇടണം. Till then, bye bye. Stay tuned for more videos guys. Love you. Bye.